ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് ഹിമാലയത്തിൻ്റെ ബാക്കി രണ്ട് ഭാഗങ്ങളാണ്, ഹിമാചലും സിവാലിക്കും. അപ്പോൾ ഹിമാദ്രി നമ്മൾ മുഴുവനായിട്ടും എടുത്തു തീർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എടുക്കുന്നത് ഹിമാചലും സിവാലിക്കും ആണ്. ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മിസ്സാക്കരുത്. കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട്, അതും എല്ലാവരും അറ്റൻഡ് ചെയ്യാം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലേസർ ഹിമാലയ എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ്. 3000 മീറ്റർ. സുഖവാസ കേന്ദ്രങ്ങൾ കാശ്മീർ, ഷിംല, കുളു, മണാലി, ഡൽഹൌസി, മിസോറി, അൽമോറ, നൈനിറ്റാൽ. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മണാലി. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വരയാണ്. ഹിമാദ്രിക്കും പിർപഞ്ചൽ പർവ്വതനിരയ്ക്കും ഇടയിൽ ഉള്ള താഴ്വാരമാണ് കാശ്മീർ വാലി. മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് സോനാമാർഗ്. ഇന്ത്യയിൽ മഴക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ് ഹിമാലയവും പിന്നെന്താണ് പശ്ചിമഘട്ടം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് നോക്കി പറയാം കേട്ടോ. ഹിമാചലാണ് പറയുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്, ഹിമാദ്രി പറഞ്ഞിട്ടുണ്ടല്ലേ. ഹിമാദ്രി എന്ന് പറയുന്നത് 6000 കിലോമീറ്ററിന് മുകളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ്, തൊട്ട് തെക്ക് ഭാഗത്തുള്ളതാണ് ലേസർ ഹിമാലയ എന്ന് പറയുന്നത്. ഏറ്റവും ഉയരമുള്ളത് ഹിമാദ്രിയാണ്. അതിൻ്റെ കുറച്ച് ഉയരമുള്ളത് മാത്രമാണ് ലേസർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാചൽ. അതായത് ഏറ്റവും ഉയരത്തിലുള്ളത് ഹിമാദ്രി, അതിൻ്റെ നെക്സ്റ്റ് ആണ് വരുന്നത് ഹിമാചൽ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഉയരം കുറവാണ് ഇവിടുത്തെ കുന്നുകൾക്കൊക്കെ. 3000 മീറ്റർ, സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്റർ ആണ് ഉയരത്തിലുള്ള മലനിരകളാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് സുഖവാസ കേന്ദ്രങ്ങളുണ്ട്. കാശ്മീർ, ഷിംല, കുളു, മണാലി, ഡൽഹൌസി, മിസോറി, അൽമോറ, അതുപോലെ നൈനിറ്റാൾ. അപ്പോൾ ഇതൊക്കെ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്, കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. അപ്പോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്യാം? ബിയാസ് നദി അത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് കുളു മണാലിയിലൊക്കെ നമ്മൾ പോകണമെന്ന് പറയില്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ബോയ്സ് ആണെന്ന് വിചാരിച്ചാൽ മതി. കുളു മണാലിയിലൊക്കെ പോകുന്നത് ബോയ്സ് ആണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അവിടെ ഒഴുകുന്ന നദിയുടെ പേരും ബോയ്സ് തന്നെയാണ്. ബോയ്സ്, ബിയാസ്. ഓക്കെ, കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് മണാലിയാണ്. മണാലി കണക്ട് ചെയ്യാനാവുന്നുണ്ടല്ലോ. മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് മണാലിയാണ്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ്. മുന്നേ ചോദിച്ച ചോദ്യമാണ്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു മണാലി. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്. ഓക്കെ, ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ്. ദൈവങ്ങളുടെ താഴ്വര എന്ന് അറിയപ്പെടുന്നത് കുളു താഴ്വരയാണ്. എങ്ങനെയാണ്? ദൈവങ്ങളൊക്കെ കുളിക്കാൻ വരുന്നത് കുളു താഴ്വരയിലാണെന്ന് വിചാരിച്ചാൽ മതി. ദൈവങ്ങളൊക്കെ കുളിക്കാൻ വരുന്നത് കുളു താഴ്വരയിലാണ്. അതുകൊണ്ട് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വരയാണെന്ന് ചിന്തിക്കുക. ഓക്കെ, ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കുളു താഴ്വര. നെക്സ്റ്റ്, ഹിമാദ്രിക്കും അതുപോലെ പിർപഞ്ചൽ പർവ്വതനിരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വാരമാണ് കാശ്മീർ വാലി. ഹിമാദ്രിക്കും പിർപഞ്ചൽ താഴ്വര നിരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ വാലി. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാം? ഹിമ നല്ല പഞ്ചു ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് കാശ് കൊടുക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതി. ഹിമ നല്ല പഞ്ചു ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് കാശ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഹിമാദ്രിക്കും പിർപഞ്ചലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വാരമാണ് കാശ്മീർ വാലി. ഹിമ പഞ്ചു ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് കാശൊക്കെ കൊടുക്കുക എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ്, മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് സോനാമാർഗ്. അപ്പോൾ ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സോന ആയിട്ട് കണക്ട് ചെയ്തില്ലേ. സ്വർണം ഒക്കെ പറയാറില്ലേ. അപ്പോൾ മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് സോനാമാർഗ്. ഇന്ത്യയിൽ മഴക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ്
ഹിമാലയവും അതുപോലെ പശ്ചിമഘട്ടം. ഓക്കെ, പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്. ഇന്ത്യയിൽ മഴക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ് ഹിമാലയവും പശ്ചിമഘട്ടവുമാണ്. ഈ കഴിഞ്ഞ ഡിഗ്രി എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയിലെ മഴക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ് ഹിമാലയം അതുപോലെ പശ്ചിമഘട്ടത്തിലുമാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഹിമാചലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്താണ് ലേസർ ഹിമാലയ ഉയരം. ലേസർ ഹിമാലയ എന്നറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ്. നമ്മുടെ ഹിമാദ്രിനെക്കാട്ടും ചെറിയ ഉയരേ ഉള്ളൂ കേട്ടോ. സുഖവാസ കേന്ദ്രങ്ങൾ കാശ്മീർ, ഷിംല, കുളു, മണാലി, ഡൽഹൌസി, മിസോറി, അൽമോഴ, നൈനിറ്റാൾ. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസി എന്ന് പറയുന്നത്. മനുവിൻ്റെ വാസസ്ഥലം മണാലി. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വര. ദൈവങ്ങളുടെ താഴ്വര അല്ലെ, ദൈവങ്ങളൊക്കെ കുളിക്കാൻ വരുന്നത് കുളു താഴ്വരയിലാണ്. കുളു താഴ്വര ഹിമാദ്രിക്കും പിർബഞ്ചൽ പർവ്വതനിരയ്ക്കും ഇടയിൽ ഉള്ള താഴ്വാരമാണ് കാശ്മീർ വാലി. ഹിമാദ്രി പിർബഞ്ചൽ അല്ലെ, ഹിമ പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് കാശ് കൊടുക്കുന്നത്. കാശ്മീർ വാലി. മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് സോനാമാർഗ്. സോനാമാർഗ് അല്ലെ, ഗോൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ മഴക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ് ഹിമാലയമാണ്, പശ്ചിമഘട്ടം. അപ്പോൾ നെക്സ്റ്റിലേക്ക് നമുക്ക് പോവാം. സഞ്ചാരികളുടെ സ്വർഗം എന്ന് പറയുന്നത് കാശ്മീർ താഴ്വരയാണ് അല്ലേ. നമ്മുടെ സഞ്ചാരികളൊക്കെ നമുക്ക് താല്പര്യമാണ് കാശ്മീർ പോകണം എന്നല്ലേ പറയാം. അപ്പോൾ ഇപ്പോൾ എന്ത് ചോദിക്കുമ്പോൾ ട്രിപ്പ് പോകേണ്ടത് ചോദിച്ചിട്ട് കാശ്മീർ പോകാമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ സഞ്ചാരികളുടെ സ്വർഗം എന്ന് പറയുന്നത് കാശ്മീർ താഴ്വരയാണ്. ദൈവത്തിൻ്റെ താഴ്വര എന്ന് പറയുന്നത് കുളുവാണ് അല്ലേ. നമ്മൾ പറഞ്ഞ ദൈവം കുളിക്കാൻ വരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ താഴ്വര എന്ന് പറയുന്നത് കുളുവാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറി, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി കൊടൈക്കനാൽ. അപ്പോൾ ഇത് കൺഫ്യൂഷൻ അവരുടെ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണിയാണ്, റാണി ആവുമ്പം മസൂറി, മസൂറി, റാണി മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി അല്ലെ, കുറച്ച് നീട്ടിയിട്ടുള്ളത് രാജകുമാരി. അപ്പോൾ കൊടൈക്കനാൽ. ഈ രാജകുമാരിമാരൊക്കെ വരുന്നത് ഒരു കൊടയൊക്കെ പിടിച്ചിട്ടാണോ എന്ന് വിചാരിക്കുക അല്ലേ. മീൻസ് അവരുടെ ഭടന്മാരൊക്കെ കൊടയൊക്കെ ഇങ്ങനെ ചൂടി കൊടുത്തിട്ടായിരിക്കില്ല വരിക. അപ്പോൾ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്ന് പറയുകയാണെങ്കിൽ കൊടയൊക്കെ ചൂടിയിട്ടാണ് വരിക, കൊടൈക്കനാൽ. റാണിയോ മസൂറി. റാണി മസൂറി. രാജകുമാരി കൊടയൊക്കെ എടുത്തിട്ടാണ് വരിക, കൊടൈക്കനാൽ. ഓക്കെ. സഞ്ചാരികളുടെ സ്വർഗം കാശ്മീർ താഴ്വര. ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത് ദൈവം കുളിക്കാൻ വരുന്ന സ്ഥലമാണ് കുളു. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി കൊടൈക്കനാൽ, കൊടൈക്കനാൽ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ശിവാലിക്. അപ്പോൾ ഈ ശിവാലിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ശിവന് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് കാണപ്പെടുന്ന പർവ്വതനിരയാണ് നമ്മുടെ ശിവാലിക് എന്ന് പറയുന്നത്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നു. 1220 മീറ്റർ ആണ് അതിൻ്റെ ഉയരം. ശിവന്റെ തിരുമുടി ശിവന്റെ തിരുമുടി എന്നാണ് ഇത് ഭൂകമ്പങ്ങളും അതുപോലെ ഉരുൾപൊട്ടലും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ശിവാലിക്. തട്ടായിട്ടുള്ള കൃഷിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം കൃഷിയൊക്കെ തുടങ്ങി ഇവിടെ ശിവാലിക് എന്നാണ് ആൾക്കാരൊക്കെ കുറച്ചുള്ളതും. അതുപോലെ തട്ടായുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ശിവാലിക് എന്ന മേഖലയിലാണ്. ഓക്കെ, അപ്പോൾ ശിവാലിക്കാണ് പറഞ്ഞത് ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗത്താണ്. അപ്പോൾ ഹിമാലയ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഹിമാദ്രി, നെക്സ്റ്റ് ഹിമാചല്, പിന്നെ ഏറ്റവും താഴെയാണ് എന്ത് പറയുന്നത് സിവാലിക് എന്നും പറയും, ശിവാലിക് എന്നും പറയും കേട്ടോ. അപ്പോൾ എക്സാമിന് ചിലപ്പം ശിവാലിക് എന്നും അല്ലെങ്കിൽ സിവാലിക് എന്നും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്, മാറരുത്, രണ്ട് സെയിം ആണ്, അത്രേ ഉള്ളൂ. ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് കാണപ്പെടുന്ന പർവ്വതനിരയാണ് നമ്മുടെ ശിവാലിക്. ഔട്ടർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അല്ല പുറത്താണുള്ളത്, ഔട്ടർ ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, 1220 മീറ്റർ ഉയരാനുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 1220 മീറ്റർ ഉയരത്തിലാണ് ആരുള്ളത്, നമ്മുടെ ശിവാലിക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഹിമാദ്രി പറഞ്ഞത് എത്രയാണ്, 6000 കിലോമീറ്റർ ഉയരത്തിൽ, 6000 മീറ്റർ ഉയരത്തിൽ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്, ഹിമാചലാണ്. ഹിമാചൽ എത്രയാണ് പറഞ്ഞത്, 3000 മീറ്റർ ഉയരത്തിൽ. ഇപ്പോൾ പറയുന്നത് ശിവാലിക്കാണ് 1220 മീറ്റർ ഉയരത്തിൽ. അപ്പോൾ ഈ കുന്നിൻ്റെ ഒക്കെ ഉയരങ്ങൾ കുറഞ്ഞു വരുന്നത് കണ്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം ഹിമാചലിൽ ഭയങ്കര തണുപ്പാണ്, പിന്നെ തണുപ്പ് സ്വാഭാവികമായിട്ട് കുറഞ്ഞായിരിക്കും. അപ്പോൾ ശിവാലിക്കിലാകുമ്പോൾ ഏറ്റവും കുറവുള്ളത്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവുള്ളത്.
അതുപോലെ ഒരു കാര്യം കൂടി ഓർക്കുക, ഹിമാദ്രിയിലാണ് നദികളൊക്കെ ഉത്ഭവിക്കുന്നത്. അവിടെ മനുഷ്യവാസമില്ല. ഓക്കെ, നദികളൊക്കെ ഉത്ഭവിക്കുന്ന ഭാഗം ഏറ്റവും മുകളിൽ ഹിമാദ്രിയിലാണ്. രണ്ടാമത്തേത് എന്താണ്, ഹിമാചലാണ്. അവിടെയാണ് നമ്മുടെ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ വരുന്നത്. മൂന്നാമത്തേത് ശിവാലിക്കാണ്. അവിടെയാണ് മനുഷ്യവാസം ഉള്ളതും അതുപോലെ പിന്നെ കൃഷി കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഡൂണുകളൊക്കെ ഒരുപാടുള്ളതൊക്കെ ശിവാലിക്കിലാണ്. ഓക്കെ, അപ്പോൾ ഇത് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് PSC ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഓരോരോ ലെവലും കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ശിവാലിക്കാണ് പറഞ്ഞത്. ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് കാണപ്പെടുന്ന പർവ്വതനിരയാണ്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നു. 1220 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവന്റെ തിരുമുടി. അപ്പോൾ അത് നമുക്ക് ആ പേര് തന്നെ കിട്ടും. ശിവാലിക്ക് ശിവന്റെ തിരുമുടി എന്നറിയപ്പെടുന്നു. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ ശിവാലിക്ക്. അപ്പോൾ ശിവന് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും. അപ്പോൾ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ ശിവാലിക്ക്. തട്ടുതട്ടായ കൃഷി രീതിയൊക്കെ ഉള്ളത് ശിവാലിക്കിലാണ്. നെക്സ്റ്റ്, ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്നതാണ് ശിവാലിക്ക്. ഓക്കെ, ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഭാഗമാണ്, ഹിമാലയത്തിന്റെ ഭാഗമാണ് ശിവാലിക്ക്. ഒരുപാട് ഡൂണുകൾ ഉണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഡെറാഡൂൺ. ഓക്കെ, ഡെറാഡൂൺ അതിനൊരു എക്സാമ്പിളാണ്. കൃഷിയൊക്കെ ചെയ്യുന്നത് ശിവാലിക്കിലാണെന്ന് പറഞ്ഞു അല്ലേ. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില ഇതൊക്കെ ഉള്ളത് എവിടെയാണോ, ശിവാലിക്കിലാണ്. അതായത് കൃഷിയൊക്കെ ഉള്ളത് ശിവാലിക്കിലാണ്. ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താണ് കൃഷിയൊക്കെ ജനവാസമൊക്കെ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്, ശിവാലിക്കിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമിലാണ്. ആസാം മലനിരകൾ അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമിലാണ്. തേയില മീൻസ് നമ്മുടെ ടീ അല്ലെ, ചായ. അപ്പൊ അസല് ചായയാണെന്ന് വിചാരിച്ചാൽ മതി. അസല് ടീ ആണ്, അസല് ചായയാണെന്നൊക്കെ വിചാരിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് അസല് ചായ അല്ലെ, അസല് ആസാം മലനിരകൾ. പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു. കാരണം എന്താണ്, ഹിമാലയ നദികളും അവയുടെ പോഷക നദികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, കണ്ടിന്യൂ ആയിട്ട്. അപ്പോൾ ഇത് പിന്നെ ഈ ഹിമാലയൊക്കെ മുറിച്ചു കിടക്കുന്ന സമയത്ത് അതിൻ്റെ തുടർച്ച, ഹിമാലയത്തിൻ്റെ അതായത് ശിവാലിക്കിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്ന ഭാഗമാണ് ശിവാലിക്ക് എന്ന് പറയുന്നത്. കാരണം പറഞ്ഞില്ലേ, അതായത് ഹിമാലയൻ നദികളും അതുപോലെ അവയുടെ പോഷക നദികളും ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇവയൊക്കെ മുറിച്ചു കിടക്കുന്ന സമയത്ത് മീൻസ് നദി ഒഴുകുന്ന സമയത്ത് എന്താവും, അതിൻ്റെ തുടർച്ച നഷ്ടപ്പെടും. പലയിടങ്ങളിലും ഈ ഹിമാലയത്തിൻ്റെ ഭാഗമായി ശിവാലിക്കിലാണ് തുടർച്ച നഷ്ടപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പഞ്ച്ഷീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. പഞ്ച്ഷീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ. പഞ്ച്ഷീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, പഞ്ച്ഷീർ അല്ലേ, അഞ്ച് ഗാനെന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. പഞ്ച്ഷീർ 5, അഫ്ഗാനിസ്ഥാൻ, ഘാനം 5 ഗാനം എന്നൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്ത് വെക്കുക. പഞ്ച്ഷീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പോൾ ഇന്ന് പഠിച്ച ഭാഗം നമുക്ക് ഒന്നുകൂടി നോക്കാം. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലേസർ ഹിമാലയ എന്നറിയപ്പെടുന്നു. ഉയരം 3000 മീറ്റർ ആണ്. സുഖവാസ കേന്ദ്രങ്ങൾ കാശ്മീർ, ഷിംല, കുളു, മണാലി, ഡൽഹൌസി, മിസോറി, അൽമോറ, നൈനിറ്റാൾ. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നമ്മൾ പറഞ്ഞു ബോയ്സ് അല്ലെ, ബിയാസ്. മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് മണാലി. ഗ്രേറ്റ് ഹിമാലയം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വര. ദൈവത്തിന്റെ താഴ്വര, ദൈവം കുളിക്കാൻ വരുന്ന സ്ഥലമല്ലേ കുളു താഴ്വര. ഹിമാദ്രിക്കും പിർപഞ്ചൽ പർവ്വതനിരയ്ക്കും ഇടയിൽ ഉള്ള ഒരു താഴ്വരമാണ് കാശ്മീർ വാലി. എങ്ങനെ ആലോചിക്കാം, പഞ്ചു ഡയലോഗൊക്കെ പറഞ്ഞ് കാശ് കാശ് കൊടുക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് ഗോൾഡ് സോനാമാർഗ്. ഇന്ത്യയിൽ മഴക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ് ഹിമാലയം, പശ്ചിമഘട്ടം 2 സ്ഥലത്താണ് മഴക്കാടുകൾ. ഓക്കെ, സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്നത് കാശ്മീർ താഴ്വരയാണ്. കാശ്മീർ താഴ്വര. ഓക്കെ, സഞ്ചാരികളൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും കാശൊക്കെ കൊണ്ടുപോകണമല്ലോ. കാശ്മീർ താഴ്വര. ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. അല്ലെ, ദൈവം കുളിക്കാൻ വരുന്ന സ്ഥലം കുളു, ഓൾറെഡി പറഞ്ഞതാണ്. സുഖവാസങ്ങളുടെ റാണി മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്ന് പറയുമ്പോൾ കോടയൊക്കെ ചൂടി വരും അല്ലെ, കൊടൈക്കനാൽ. നെക്സ്റ്റ് ശിവാലിക്കാണ്. മൂന്നാമത്തെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ശിവാലിക്ക്. ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് കാണപ്പെടുന്ന പർവ്വതനിര ശിവാലിക്കാണ്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നു. 1220 മീറ്റർ ആണ് ഉയരം വരുന്നത്.
ഓക്കെ, ശിവന്റെ തിരുമുടി എന്നറിയപ്പെടുന്നു. അർത്ഥം ശിവന്റെ മുടി. പിന്നെ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ്. തട്ടുതട്ട് ആയിട്ടുള്ള കൃഷി രീതിയൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ശിവാലിക്. ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഭാഗം. ഡൂണുകൾ, ഡെറാഡൂൺ ആണ് ഇതിന് എക്സാമ്പിൾ. ഡൂണുകൾ ഒക്കെ ഉള്ള സ്ഥലമാണ്. കൃഷി, ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില ഒക്കെ കൃഷിയൊക്കെ നല്ലോണം ഉള്ളതാണ്. അപ്പോൾ തേയിലയെ കുറിച്ച് പറഞ്ഞു, ആസാം മലനിരകൾ അല്ലെ. തേയില ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകൾ അല്ലെ. അപ്പോൾ തേയില മീൻസ് ചായ അല്ലെ. അപ്പോൾ ചായ അസലാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചായ അസലാണ്. അപ്പോൾ ചായ, തേയില അസലാണ്. ഓക്കെ, ആസാം മലനിരകൾ. പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം നദികൾ പോകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, പഞ്ചഷീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. പഞ്ചഷീർ, അഞ്ച് കാണും, അഫ്ഗാനിസ്ഥാൻ. പഞ്ചഷീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണുക, ഓക്കെ, പഠിക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇടുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇടുക. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് ചോദിക്കുക കേട്ടോ, അല്ലെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാലും മതി. അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.